ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തിലും ഡൽഹിയിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നെങ്കിലും ഗുജറാത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. അത് AAP-യുമായി ബന്ധപ്പെട്ടാണ്. BJP-യുടെ സ്ഥാനാർത്ഥിയെ 17,000-ലധികം വോട്ടിനാണ് ഈ AAP പരാജയപ്പെടുത്തിയിരിക്കുന്നത്. AAP ഗുജറാത്തിൽ വളരുന്നത് ആരുടെ സ്പേസിലേക്കാണ്? BJP-യുടേതാണോ കോൺഗ്രസിൻ്റെതാണോ? അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വളരെ ആഴത്തിൽ വിശകലനം ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഗുജറാത്തിലും പഞ്ചാബിലെ ലുധിയാനയിലും പിന്നെ ബംഗാളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെ കേരളത്തിൽ. അപ്പോൾ അതിൽ ഈ ആ, പഞ്ചാബിലെ ലുധിയാന ആം ആദ്മി പാർട്ടി അവരുടെ സീറ്റായിരുന്നു, അത് നിലനിർത്തി അവർ. അത് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭരത് ഭൂഷൺ ആഷുവിനെ ഈ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജീവ് അറോറ 10,637 വോട്ടിനാണ് തോൽപ്പിച്ചത്. സ്വാഭാവികം, അവിടെ നമുക്കറിയാം BJP-ക്ക് വലിയ ശക്തിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പഞ്ചാബ്. അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ നേരിട്ടുള്ള മത്സരത്തിൽ ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസിനെ ആം ആദ്മി പാർട്ടി തോൽപ്പിച്ചു. അത് ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് തന്നെയായിരുന്നു. സിറ്റിംഗ് സീറ്റിൽ ആ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആം ആദ്മി പാർട്ടി ജയിച്ചു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഗുജറാത്തിൽ അതല്ല സംഭവിച്ചത്. ഗുജറാത്തിൽ AAP MLA ആയിരുന്ന ഭൂപേന്ദ്ര ഭയാനി കൂറുമാറി BJP പാളയത്തിലെത്തി. അപ്പോൾ അദ്ദേഹം രാജിവെച്ച ഒഴിവിൽ അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ വിസവദാർ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെയാണ് BJP 17,554 വോട്ടുകൾക്ക് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് തോറ്റിരിക്കുന്നത്. AAP സ്ഥാനാർത്ഥി ഗോപാൽ ഇറ്റാലിയെയാണ് BJP-യുടെ കിരിത് പട്ടേലിനെ തോൽപ്പിച്ചത്. നമുക്കറിയാം, ഈ പട്ടേൽ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഗുജറാത്ത്. BJP-ക്കാർ ഒരുപാട് പേര് പട്ടേൽ സമുദായക്കാരുമാണ്. അതുപോലെ കോൺഗ്രസ്സിൽ കുറച്ച് പേരുണ്ട്. ഈ വിസവദാർ എന്ന് പറയുന്ന ഈ മണ്ഡലം ഗുജറാത്തിലെ BJP-യുടെ മുൻ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് BJP-ക്ക് പരാജയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. അവിടെ രസകരമായ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, BJP അവിടെ പരാജയപ്പെടുത്തി, ശരിയാണ്. BJP അവിടെ ഈ പറഞ്ഞതുപോലെ കൂറുമാറ്റം ഒക്കെ നടത്തി, മറ്റേ MLA അവിടെ നിന്ന് ചാടിച്ചുകൊണ്ട് വന്നു, ഒരു രാഷ്ട്രീയ ധാർമ്മികത കാണിച്ചു, ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു, BJP തോറ്റു. അവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? അവിടുത്തെ കോൺഗ്രസ്സിന് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 5,501 വോട്ടാണ്. ഇനി അവിടെ ഗുജറാത്തിൽ തന്നെ മറ്റൊരു സംവരണ മണ്ഡലത്തിൽ, SC മണ്ഡലത്തിൽ കടി, അവിടെ BJP സ്ഥാനാർത്ഥി രാജേന്ദ്രകുമാർ, അത് കോൺഗ്രസിൻ്റെ രമേശ് ഭായ് ചാവഡയെ 39,482 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസ് നാമാവിശേഷമായി കൊണ്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസ്സിന് BJP-യോട് അടുത്ത് തന്നെ ഈ വോട്ട് ഷെയർ എടുക്കുമ്പോൾ BJP-ക്ക് 39% വോട്ടാണെങ്കിൽ കോൺഗ്രസ്സിനൊരു 37% വോട്ട് കിട്ടും. കോൺഗ്രസ് ഇപ്പോഴും അവിടെ പ്രധാന പ്രതിപക്ഷമാണ്. കോൺഗ്രസ്സിന് വലിയ ശക്തിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഗുജറാത്ത്. അവിടുന്ന് അവർക്ക് MP-മാരുണ്ടാകുന്നുണ്ട്, MLA-മാരുണ്ടാകുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ഭൂരിപക്ഷം നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലും വോട്ടുകളുടെ എണ്ണത്തിലും ഒക്കെ BJP ഒരല്പം അവരെക്കാൾ മുമ്പിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്നും ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ കോൺഗ്രസ് തകരാൻ തുടങ്ങിയിരിക്കുന്നു. അവിടേക്ക് ആം ആദ്മി പാർട്ടി പതുക്കെ ഇടിച്ചു കയറുകയാണ്. നമുക്കറിയാം, ഗുജറാത്തിൽ അവർക്ക് 2-3 സീറ്റുകളിലൊക്കെ അവർ ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ പട്ടേൽ പ്രക്ഷോഭത്തിലുമൊക്കെ ഈ ആം ആദ്മി പാർട്ടിയും ചില റോളുകൾ വഹിച്ചിരുന്നു. ആ പ്രക്ഷോഭമൊക്കെ പോയി, അതൊക്കെ അവസാനിച്ചു. പക്ഷേ ആം ആദ്മി പാർട്ടി അപ്പോഴേക്കും അവിടെ ഒരു ബേസ്, ഒരു അടിത്തറ ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം സൂചിപ്പിക്കുന്നത്. ഈ ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് മാത്രമല്ല, കോൺഗ്രസ്സിനെ വലിയ തോതിൽ പുറകിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് കോൺഗ്രസ് 5,500 വോട്ടുകൾ മാത്രം നേടുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ അപ്രസക്തമായിരിക്കുന്നു എന്ന്. ഒരു ദേശീയ പാർട്ടിയായ, രാജ്യമെങ്ങും പ്രവർത്തന പാരമ്പര്യമുള്ള ഗുജറാത്ത് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ എന്താ പറയുക, ഏറ്റവും വലിയ ഉരുക്കുകോട്ടയായിരുന്ന ഒരു സ്ഥലമാണ് ഒരു കാലത്ത്.
അവിടെ നിന്നാണ് മഹാത്മാഗാന്ധി വരുന്നത്, അവിടെ നിന്നാണ് സർദാർ വല്ലഭഭായ് പട്ടേൽ വന്നത്. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കളെ രാജ്യത്തിന് സമ്മാനിച്ച ഒരു സംസ്ഥാനത്ത്, കോൺഗ്രസ്സിലൂടെ സമ്മാനിച്ച ഒരു സംസ്ഥാനത്ത് ഇന്ന് കോൺഗ്രസ് നിലനിൽപ്പിന് വേണ്ടി പോരടിക്കുകയാണ്. നിലയില്ല കയത്തിലേക്ക് അവർ ആഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യം വരുന്നു. അവിടേക്ക് പതുക്കെ അടിവെച്ച് കയറുന്നത് ആം ആദ്മി പാർട്ടിയാണ് എന്നുള്ളതാണ് നമ്മളെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്മാരെ, രാഷ്ട്രീയ നിരീക്ഷകന്മാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ കോൺഗ്രസ്സിനൊരു ബദൽ ഗുജറാത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയാണ് എന്നുള്ളതാണ്. BJP വലിയ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നാശവും ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയും BJPയുടെ ഭാവിയെ എങ്ങനെയെല്ലാം സ്വാധീനിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസിൻ്റെ ഭാവി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഈ കോൺഗ്രസും AAPയും തമ്മിലുള്ള വോട്ടിംഗ് വലിയ രീതിയിൽ വ്യത്യാസമില്ല. അവർക്ക് 17 സീറ്റ്, ഇവർക്ക് ഒരു 5-6 സീറ്റ് അല്ലേ, ആ രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ പ്രതിപക്ഷ വോട്ടുകൾ രണ്ടായി പിളരുകയാണല്ലേ. പ്രതിപക്ഷ വോട്ടുകൾ രണ്ടായിട്ട് പിളരുന്നു എന്ന് മാത്രമല്ല, അത് കോൺഗ്രസിൽ നിന്ന് ചോർന്ന് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നു എന്നും കൂടി അതിനർത്ഥമുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലായാലും ഈ പഞ്ചാബിലായാലും അതിൻ്റെ സമീപത്തെ ഹരിയാനയിലായാലും ഛത്തീസ്ഗഡിലായാലും ആ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസിൽ നിന്നാണല്ലോ വലിയ രീതിയിൽ വോട്ട്. ഈ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ്, ഹരിയാനയൊക്കെ എടുത്താൽ അവിടെ കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്. ആ വോട്ടുകൾ പോകുന്നത് BJPയിലേക്കാണ്. നമ്മൾ ഈ BJPയെയും കോൺഗ്രസിനെയും അല്ല, ഞാൻ പറഞ്ഞ അവിടെ AAPക്ക് ചില കൗൺസിലർമാരെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും വലിയ മാറ്റമുണ്ടായത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഈ പാർട്ടി വളർന്നപ്പോൾ മൂന്നാമതായത് കോൺഗ്രസ് ആണ്. പഞ്ചാബിൽ ഈ കോൺഗ്രസ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി കസേര കൈകാര്യം ചെയ്തിരുന്നത്. അത് അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് AAPയുടെ അതെ, ആം ആദ്മി പാർട്ടിയാണ്. അതായത് കോൺഗ്രസ് തങ്ങൾക്ക് പകരം ആം ആദ്മി പാർട്ടിയെ ആ സ്ഥാനത്ത് വെക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. ഡൽഹിയിൽ നമുക്കറിയാം, ആദ്യം 2013 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം അവിടെ ആം ആദ്മി പാർട്ടിക്ക് നേടാനായി. കോൺഗ്രസ് വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഒഴുകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആ ഒഴുക്ക് നിലയ്ക്കുകയും അത് ആ വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് ഡൽഹി ഭരണം BJPയുടെ കയ്യിൽ കിട്ടി. ആം ആദ്മി പാർട്ടിക്ക് വലിയ നഷ്ടങ്ങളുണ്ടായി. അമ്പൂജ്യരായിട്ട് സർവ്വതും നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്ത് നിന്നതാണ്, അതും അവസാനം തോൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഡൽഹി പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് അത്രയ്ക്ക് വേരോട്ടമില്ല. അവിടെയും ഈ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആം ആദ്മി പാർട്ടി ജയിക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നല്ലതല്ല. കോൺഗ്രസിൻ്റെ നാശത്തിൽ കലാശിക്കും. കോൺഗ്രസിനെ ആം ആദ്മി പാർട്ടി വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. കാരണം കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള, രാജ്യമെങ്ങും വേരോട്ടമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി, ആം ആദ്മി പാർട്ടിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എത്ര വേരോട്ടം ഉണ്ടെന്ന് നമുക്കറിയാം. ഡൽഹി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പേരിന് ഇനി തെക്കോട്ട് വരുമ്പോൾ ഗോവയിൽ അവർ മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കെട്ടിവെച്ച കാശ് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഈ മുന്നോട്ടുള്ള പോക്കും ഈ വിജയവും അത്ഭുതപ്പെടുത്തുന്നു. കോൺഗ്രസ്സിന് വലിയ ഭീഷണിയാണ്. അത് BJPയും അതിനെ വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നു. എന്തൊക്കെയാണ് ആം ആദ്മി പാർട്ടി ഭാവിയിൽ കോൺഗ്രസ്സിനുണ്ടാക്കാൻ പോകുന്ന പരിക്ക് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഒരു സൂചനയാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്നു, പ്രത്യേകിച്ചും ഗുജറാത്തിൽ. അത് നിസ്സാര കാര്യമല്ല. അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ ശ്രദ്ധയോടെ അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമായിരിക്കും. ആം ആദ്മി പാർട്ടിയാകട്ടെ കൂടുതൽ കരുത്തോടുകൂടി കോൺഗ്രസിൻ്റെ വോട്ടുകൾ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ വിഴുങ്ങി ഒരു മുഖ്യ പ്രതിപക്ഷമായിട്ട് BJPക്കെതിരെ വരാനുള്ള ഒരു നീക്കത്തിലാണ്. അവർ ഈ പറയുന്നത് പോലെ മറ്റ് ചെറിയ ചെറിയ കക്ഷികളെ, പ്രാദേശിക പാർട്ടികളെയൊക്കെ തങ്ങളുടെ കീഴിൽ നിർത്തിക്കൊണ്ട് ഈ പറയുന്നത് പോലെ കുറഞ്ഞതൊരു 10-20-30 MP കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തല ഉയർത്തി നിൽക്കാം പാർലമെൻറ്റിൽ. അങ്ങനെ പതുക്കെ തല ഉയർത്തി പതുക്കെ അവർ
അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് സഖ്യം ചേർന്ന് മത്സരിച്ച് ചില സംസ്ഥാനങ്ങളിലെങ്കിലും വേരോട്ടമുണ്ട്, അവിടുന്ന് കുറച്ച് സീറ്റുകൾ കിട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും സഖ്യത്തിലേക്ക് വരും. അങ്ങനെ സഖ്യത്തിലേക്ക് വരുമ്പോൾ ഈ ചെറിയ പാർട്ടികൾ ഉള്ള സംസ്ഥാനങ്ങളിൽ, പ്രാദേശിക പാർട്ടികൾ ഉള്ള സംസ്ഥാനങ്ങളിൽ, ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായിട്ട് കൈകൊടുക്കുന്നു, അവിടെ ഒരു ധാരണ ഉണ്ടാക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അവിടുന്നും അവർക്ക് എം പിമാരെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ ഇന്നിപ്പോൾ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കിയിരിക്കുന്ന, കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേർന്നിരിക്കുന്ന കക്ഷികളൊക്കെ നാളെ കോൺഗ്രസിനെ വിട്ടിട്ട് ആം ആദ്മി പാർട്ടിയുടെ പുറകിലേക്ക് പോകും, അവരുടെ പുറകിൽ അണിനിരക്കും എന്നുള്ളതാണ് കോൺഗ്രസ് തിരിച്ചറിയേണ്ട സത്യം.